മാല്യങ്കര SNM കോളേജ് പ്രീ ഡിഗ്രി 1975-77 വേൾഡ് ഹിസ്റ്ററി ബാച്ചിൻ്റെ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പറവൂർ സമൂഹം സ്കൂളിൽ നടത്തി. SNM കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ പ്രൊഫസർ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. NM രവി, NS അനിൽകുമാർ, സാജൻ ബാബു, സിറോഷ് കുമാർ, G ചന്ദ്രശേഖർ, KB ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. 1975-77 SNM കോളേജിലെ ഡിഗ്രി വേൾഡ് ഹിസ്റ്ററി ക്ലാസ്സിൻ്റെ ആദ്യമായി സമാഗമമാണ് ഇന്നിവിടെ ഞങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പേര് ഞങ്ങളുടെ മരിച്ചു പോയിട്ട് പോലും ഞങ്ങൾക്കൊന്നും പരസ്പരം അറിയാൻ പറ്റില്ല. ആ വിഷമത്തിൽ മാത്രമാണ് ഇങ്ങനൊരു മീറ്റിംഗ് ഇതുവരെ സംഘടിപ്പിച്ചത്. ഇത് വിജയപ്രദമാക്കാൻ വേണ്ടി അനവധി ശ്രമങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പേരെ ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം സ്ത്രീകളൊക്കെ വിവാഹം കഴിഞ്ഞ് പോയി ചെതറിപ്പോയ 47 വർഷം മുമ്പ് ചെതറിപ്പോയ ആളുകൾ വീണ്ടും ഒത്തുകൂട്ടാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷം. ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. ഇത്ര പറയുന്നത് വളരെയേറെ സന്തോഷത്തോടും അതിലേറെ ആഹ്ലാദത്തോടും കൂടിയാണ് 47 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെയൊരു സമാഗമം നമ്മുടെ ഈ വേൾഡ് ഹിസ്റ്ററി ബാച്ചിൻ്റെ ഈ കൂട്ടായ്മ ഇവിടെ ചേരുന്നു. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എന്ന് സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മോഹൻലാൽ പറയുന്നത് പോലെ, ഇത്രയും നാൾ ഈ സമാഗമം കൂടുവാൻ സമയമെടുത്തതിൻ്റെ പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ തുടരെ അകാലത്തിൽ നമ്മുടെ സഹപാഠികൾ കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനമായി നമ്മുടെ പ്രിയ സുഹൃത്തായിരുന്ന ജീവൻ, എല്ലാവർക്കും പ്രിയങ്കരായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാടാണ് പെട്ടെന്നുള്ളൊരു ഉദ്യമത്തിലേക്ക് നമ്മൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുവാനും ഇതുപോലെ ഈ സംഗമം നടത്തുവാനും കഴിഞ്ഞത്. വർദ്ധിത വീര്യത്തോടുകൂടി സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഉദ്യമത്തെ കണ്ടത് എന്നുള്ളത് ചാരിതാർത്ഥജനകമാണ്. ഇന്ന് ഇവിടെ ഈ സമാഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള ആദരണീയനായ മാലിങ്കര കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ PM സുരേഷ് സാറാണ്. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായി കരുതുന്നു. ഈ സമാഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 1975 മാലിങ്കര വേൾഡ് ഹിസ്റ്ററി ബാച്ചിൻ്റെ 50 വർഷം മുമ്പുള്ള വിദ്യാർത്ഥി സംഗമം ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായിട്ട് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. 2 വർഷം മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, നമ്മളുടെ പഠനം എങ്ങനെയായിരുന്നു, മാലിങ്കര കോളേജിൻ്റെ സ്ഥിതി എന്തായിരുന്നു, അവിടെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അറിവുമെല്ലാം പങ്കുവെക്കാനായിട്ട്, നിങ്ങളുടെ ഓരോ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇങ്ങനൊരു സംഗമം സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ എല്ലാ മെമ്പർമാർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് It's a great pleasure standing in front of my classmates, my beloved teacher and the spouses of my classmates. It's really fortunate that I am standing here in front of you.
and I am very happy to welcome you all to the function. യോഗത്തിൻ്റെ അധ്യക്ഷനായ ശ്രീ ലെനിൻ ആൻഡ് ഉദ്ഘാടകനായിട്ട് നമ്മുടെ സുരേഷ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 75 നമ്മൾ പ്രീ ഡിഗ്രിക്ക് അവിടെ പഠിച്ചത്. അദ്ദേഹം 75 ജോയിൻ ചെയ്തത്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം അതിനുശേഷം ഓരോ പടവുകളും കയറി വളരെ ഉന്നതങ്ങളിലേക്ക് എത്തി നമ്മുടെ പ്രിൻസിപ്പാൾ സ്കൂളിൻ്റെ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിട്ട് തന്നെയാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഓരോ ചവിട്ടുപടികൾ കയറിയത് ഒരു ചെറിയൊരു വായനയോടുകൂടി ഞാൻ എല്ലാവർക്കും അറിഞ്ഞത്. അദ്ദേഹം ഹീസ് MA MPhil, retired principal and professor of economics, SNM College, Malingara. Then former principal, vice principal and professor of economics, MES College, Kundugara. Former principal and professor of economics, SN Arts and Science College, Kadamangalam. Former principal and professor of economics, HDPY, Women's College, Andipillikavu. Then അദ്ദേഹം പറവൂർത്തറയാണ് താമസിക്കുന്നത്. MA എക്കണോമിക്സ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MPhil ഫസ്റ്റ് ക്ലാസ്സോട്ട് കേരള യൂണിവേഴ്സിറ്റി പാസ്സായി. ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ റഷ്യൻ ലാംഗ്വേജ് കുസാറ്റിൽ നിന്ന് അദ്ദേഹം പാസ്സായിട്ടുണ്ട്. ദെൻ ചെയർമാൻ ഓൺ ദ ബോർഡ് ഓഫ് MA എക്കണോമിക്സ് ഫൈനൽ ആൻഡ് പ്രീവിയസ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ അറ്റ് MG യൂണിവേഴ്സിറ്റി. ചെയർമാൻ ഇൻ ദ ബോർഡ് ഓഫ് MA എക്കണോമിക്സ് തേർഡ് സെമസ്റ്റർ എക്സാമിനേഷൻ. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഉന്നത പദവികൾ ഇരുന്നിട്ടുണ്ട്. ദെൻ നമ്മളുടെ കൂട്ടുകാർ, നമ്മളുടെ കൂടെ ബെഞ്ചിൽ പഠിച്ചിരുന്നവരും അവരുടെ കൂടെ വന്നിരിക്കുന്ന ഭർത്താക്കന്മാർ, കുട്ടികൾ, ഗ്രാൻഡ് ചിൽഡ്രൻ, എല്ലാവർക്കും ആത്മാർത്ഥമായ വെൽക്കം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥി നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകൻ മാലിഗ്ര കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ ശ്രീ സുരേഷ് സാർ അവർ, ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനുള്ള ശ്രീ NM ദേവി, പ്രിയ സഹോദരന്റെ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഇങ്ങനെ ഒരിക്കൽ കൂടി കാണാൻ കഴിയുന്നത് വളരെ വളരെ സന്തോഷം. ഇത്തരം സന്ദർഭങ്ങളിൽ പറയാനുള്ള അലങ്കാര ഭാഷയല്ല. സത്യമായും ഇങ്ങനെയൊരു മീറ്റിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സ്വപ്നമാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതും ചിത്രമായ കാര്യങ്ങൾ കുറഞ്ഞ വർഷം നമുക്കൊന്ന് അറിയുകയെങ്കിലും വേണം. അതുകൊണ്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണം, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞത് ഇപ്പം തന്നെ നമ്മളെ വെച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ബാക്കിയുള്ളവരെ നമ്മൾ പുറകെ ചേർക്കാം. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതിനും പ്രേംകുമാറും ഇവിടെ എത്ര എടുത്തു പറയുന്നില്ല, ഏതാണ്ട് ഇങ്ങനെ പലരുടെയും കഠിന പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന വെള്ളി സ്ട്രീറ്റ് ബാച്ചിൻ്റെ മാലിയങ്കര കോളേജിൽ 75-77 നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ PK ലെനിൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ കോളേജിലെ മാനേജരായ G ചന്ദ്രശേഖർ, അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്താൻ ശ്രീ NM ദേവി, ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയ ശ്രീ അനിൽകുമാർ, അതുപോലെ തന്നെ ശ്രീ സുമേഷ് കുമാർ, സാജൻ ബാബു, കൃതജ്ഞർക്ക് ശ്രീമതി KB ശ്രീലത, എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ ഞാൻ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ ഭാരവാഹികളാണ്. അതുപോലെ തന്നെ ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഇതുപോലെ ഒരു 49 കൊല്ലം മുമ്പ് മാലിയങ്കര SNM കോളേജിലെ വേൾഡ് ബാച്ചിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ കൂടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നേരത്തെ സ്വപ്നം കാണാൻ സാധിച്ചു.
അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലെ സന്യാസിയെ തേടി നടന്നപ്പോൾ ഇന്ത്യയിലെ ഗംഗാവീതികളിൽ സന്യാസികളെ ഉണ്ടായി. ആ സന്യാസിൻ്റെ ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ വരണം, ഞാൻ അലക്സാണ്ടറാണ്. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, ഏത് അലക്സാണ്ടർ, ഞാൻ അറിയില്ല, നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വാള് കൊണ്ട് നിങ്ങളുടെ തല വെട്ടി വീഴ്ത്തും. അപ്പോൾ സന്യാസി പറഞ്ഞു, അല്ലയോ മഹാരാജൻ, അങ്ങ് എൻ്റെ തല വെട്ടി നിർത്തി വീട്ടാൽ അങ്ങയുടെ കണ്ണുകൊണ്ട് ഞാൻ കാണും എന്ന് പറഞ്ഞാൽ ഞാനും ഈ രാജാവും ഒന്നാണ്, നമ്മളുടെ എല്ലാം ആത്മാവും ഒന്നാണ്. ആ സത്യം ഞാൻ നിങ്ങളോട് പറയാനില്ല, എല്ലാവരുടെ ആത്മാവും. ആ കാലഘട്ടത്തിൽ നാം ആരോയാണ് എന്തുവാണോ ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളൊന്നും ആ സമയത്ത് നമുക്കുണ്ടാകാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ 2 വർഷക്കാലം കഴിഞ്ഞു. പലരും വിദ്യാഭ്യാസം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഒഴിവാക്കുകയോ ഒഴിവാക്കേണ്ടി വരികയോ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസം നാം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവരാരും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ട് അല്ലെങ്കിൽ അവർ ഡിഗ്രിയോ ബിരുദമോ ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. യേശുക്രിസ്തു ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തിട്ടുള്ളത്? ശ്രീബുദ്ധൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ളത്? അതുപോലെ ശങ്കരാചാര്യർ, അങ്ങനെ മഹൽ വ്യക്തികൾ നാം പരിശോധിക്കുമ്പോൾ ഈ ലോകത്തെ നയിച്ചവരാണ്, ആത്മീയമായും അല്ലാതെ. അങ്ങനെയുള്ള ആ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ബാച്ചിൽ അനേകം പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. കുറെ കാലത്തിൽ എന്നോട് എല്ലാവരെയും ഇത് കാണാൻ കഴിഞ്ഞ ഒരു സന്തോഷം ആദ്യം ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാ ആശംസകൾ എന്നോട് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം, നമ്മൾ ജീവിതത്തിൻ്റെ നല്ല ഭാഗമായിട്ട് സമ്പന്നത്തെ ആശംസകൾ പറയാം, കണ്ട് പരിചയപ്പെടുത്തുക. അപ്പോൾ ആ പുസ്തകങ്ങളോട് ഇനിയുള്ള കാലം നമുക്ക് എപ്പോഴൊക്കെ കൂടിച്ചേർന്ന് ഒന്നിച്ചു പോകാൻ കഴിയുന്ന സാധ്യതകൾ പോകാൻ കഴിയുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം കുട്ടികളൊക്കെ ആയിട്ടുള്ള ജീവിതം അങ്ങനെ ഏറെക്കുറെയൊക്കെ സൗഭാഗ്യമായിട്ട് പോയിട്ടെന്നാണ് ശ്രദ്ധിക്കുന്നത്. കാരണം പങ്കെടുക്കുന്ന ആൾക്കാരെ കണ്ടാലും പഴയ പോലെ ഒരു പ്രയാസമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രയാസമല്ല ഞാൻ പോകുന്നത്. ഞാനത് പരിചയപ്പെട്ടു. നമ്മളെല്ലാവരും 75-ലാണ് മലയങ്കര തുടങ്ങിയത്. 2 കൊല്ലം 5 വർഷക്കാലത്ത് മലയങ്കര അങ്ങനെ ഒരു വളർച്ചയുടെ പോലെയുള്ള ഒരു പഠനമായിരുന്നു നമുക്കെങ്കിലും ആ കോളേജിൽ കുറച്ച് സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു നമ്മളുടെ വേൾഡ് ഹിസ്റ്ററി ഗ്രൂപ്പ്. അന്ന് അധ്യാപകരോടെല്ലാം കുസൃതി കാണിച്ച് കോളേജിൽ അങ്ങനെ ഒരു വല്ലാത്തൊരു ലൈഫാണ് നമ്മൾ ആസ്വദിച്ചത്. അതിനുശേഷം ഒരു 3 കൊല്ലം ഡിഗ്രിക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡിഗ്രി മുഴുവനാക്കിയില്ല. അപ്പോഴും ഭാവി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ട് ബിസിനസ്സിലേക്കാണ് പോയത്. 80-ലായപ്പോൾ 1980 മുതൽ നല്ല ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറി. അതോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബിസിനസ് കൂടെ ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നും ഉണ്ടായില്ല. അന്ന് പ്രേംകുമാർ അതുപോലെ രവിയും ജീവനൊക്കെ ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ ആ 3 പേര് തന്നെയാണ് മത്സരിക്കാൻ. അതിൽ 5 പേരാണ് മത്സരിച്ചത്. അന്ന് വോട്ട് ചെയ്താൽ ഇപ്പോൾ ആർക്കാണ്ട് ഓർമ്മയില്ല. പ്രേമനേക്കാളൊക്കെ കൂടുതൽ എളുപ്പമുള്ളതുകൊണ്ട് പ്രേമനായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് വിരുദ്ധ രീതിയിലായിരുന്നു. അന്നത്തെ അങ്ങനത്തെ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല. അതുകൊണ്ട് രവിയോട് ചിലപ്പോൾ
ആദ്യമായിട്ടാണ് ഒരു സംശയം. പ്രേമൻ വിരുദ്ധ ചേരിയിലാണെന്ന് പറയുമ്പോൾ ജീവനായ നാട്ടുകാരനാണ് എങ്കിലും ജീവനോടെ ആരോടാണെന്ന് അല്പം കാണിച്ചെന്നറിയില്ല. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് 80കളിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. അന്ന് LDF പ്രവർത്തകരായിട്ട് തുടങ്ങി. ഇപ്പോൾ CPM ഒരു കടുത്ത പ്രവർത്തകരായിട്ട് തന്നെ തുടരുകയാണ്. എല്ലാവർക്കും ഒരുപാട് ചേഞ്ചസ് വന്നു. എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു. ഇന്നലെയും തലയിൽ നിറയെ മുടിയുണ്ടായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി പാട്ടാണ്. പഠിക്കുന്ന കാലത്ത് ഞാൻ ചെറിയ അത്ര ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റിലായിരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കുറച്ച് ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. പരീക്ഷകൾ എഴുതാതെ എല്ലാം പരീക്ഷ പോലും എഴുതാൻ ഇത് ഞാൻ ഭയങ്കര മുഴമ്പം കാലിൻ്റെ തീർത്ത് പോയിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. 2-3 എക്സാം അങ്ങനെ അറ്റൻഡ് ചെയ്യാതെ ആ വർഷം ഞാൻ ഫെയിലായി. സെക്കൻഡ് ഇയർ ഫെയിലായി. വീണ്ടും എഴുതി ഞാൻ പാസ്സായി കഴിഞ്ഞെങ്കിൽ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകളാണ് നോക്കിയത്. അന്ന് ഞാൻ തോറ്റുപോയെന്നുള്ള ആഗ്രഹം ഞാൻ വീണ്ടും കോളേജിൽ വന്നിട്ട് ഞാൻ എൻ്റെ മാർക്ക് ലിസ്റ്റ് എല്ലാം വാങ്ങിക്കാൻ വന്നത്. മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഞാൻ ജയിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. എല്ലാ വിഷയം ജയിച്ചതിൻ്റെ ലിസ്റ്റായിരുന്നു എൻ്റെ പേര്. അങ്ങനെ എനിക്ക് വളരെ ഒരു ഹാപ്പിയായ ഒരു നിമിഷമായിരുന്നു. ഗോശ്രീ വിഷൻ ചാനൽ ഇത് വൈപ്പിങ്കരയുടെ സ്വന്തം ചാനലാണ്. വൈപ്പിങ്കരയുടെ എല്ലാ വിഷയങ്ങളും വൈപ്പിങ്കരക്കാർക്ക് വേണ്ടി ലോകമെമ്പാടും അറിയിക്കുന്ന ഈ ചാനൽ, ഈ മാധ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും.